ഇന്ന് നല്ല മഴക്കോളുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. നല്ല കാറ്റും അതുപോലെ മഴക്കാറും ഉണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും കൂടെ നാട്ടിൽ വന്നിരുന്നു. അപ്പോഴാണ് തൊടിയിൽ കൂടെ ഒക്കെ നടന്നപ്പോൾ കുറച്ച് മഞ്ഞൾ പറിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ശരിക്കും ഇത് ജാനുവരി ഫെബ്രുവരി സമയത്ത് പറിക്കേണ്ടതാണ്. അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെന്നാൽ അത് കൈയോടൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ ഒരുപാട് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മഞ്ഞളൊക്കെ. തടമെടുത്തിട്ട് അത്യാവശ്യം നമുക്ക് രണ്ടാവും ഫുള്ള് ഒരു 1 ഇയറൊക്കെ യൂസ് ചെയ്യാനുള്ള മഞ്ഞളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എറണാകുളത്തേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഹോസ്റ്റൽ ജീവിതമൊക്കെ ആയി. പിന്നെ ആഴ്ചയിൽ മാത്രമേ വീട്ടിലേക്ക് വരവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാനുള്ള നേരമൊന്നും നമുക്ക് കിട്ടാതെയായി. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ നട്ടതിൽ വളരെ കുറച്ചേ ഉണ്ടായുള്ളൂ. ചെറിയൊരു ബക്കറ്റ് നമ്മൾ ലാസ്റ്റ് കാണിക്കാതെ അത്ര കുറച്ചാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നല്ല ഓറഞ്ച് കളറിൽ കാണാം. ഇത് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് സാധാ മണ്ണ് കളച്ചിട്ട് അങ്ങനെ ഇടുക ചെയ്യുന്നത്. പിന്നെ കരിയില മാത്രമാണ് ഇതിന് കിട്ടുന്ന വളം. പക്ഷേ ഞാൻ മുന്നൊക്കെ നന്നായി പരിപാലിച്ച് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈൽഡ് തന്നിരുന്ന ഒരു ക്രോപ്പാണ് കേട്ടോ അത്. നമ്മൾ പറിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റൂട്ട് വരുന്ന ഒരു ഭാഗമുണ്ട്, നമ്മൾ തള്ളാന്ന് പറയും. അതായത് അതിൻ്റെ മദർ ആയിട്ടുള്ള ഒരു പോർഷനാണത്. അത് വീണ്ടും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും ചെടി മുളച്ചിട്ട് നമുക്ക് അടുത്ത കൊല്ലം വീണ്ടും അതെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബാക്കി വന്ന ആ ഒരു ചെടിയിൽ വേരുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനി എങ്ങാനും അതൊന്ന് ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് വീണ്ടും ഞാനത് കുഴിച്ചിടുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് പല സ്ഥലത്തായിട്ടായിരുന്നു മഞ്ഞൾ നിൽക്കുന്നുണ്ടായിരുന്നത്. കുറച്ച് മുന്നേ പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലത് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പറിക്കാം. ഹസ്ബൻഡാണ് വീഡിയോ എടുത്ത് സഹായിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് ചെടികളൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ കുഞ്ഞു കുഞ്ഞു തൈകളും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കളക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അത് വേറെ എവിടെയെങ്കിലും കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ട്. ഈ ചെടികളിലൊക്കെ കുറച്ച് മഞ്ഞൾ കുറവാണ്. കാരണം ഒന്ന് മെച്യൂറായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഉള്ള മഞ്ഞൾ പറിച്ചിട്ട് ബാക്കി എല്ലാതും അങ്ങോട്ട് തിരിച്ചെന്നെ നടാമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് അത് ലേറ്റർ ഓൺ ഞങ്ങളത് നടുന്നുണ്ട്. അതിൽ ഇത്രയും ചെടികൾ ബാലൻസ് ഉണ്ടായി പറിച്ച് കഴിഞ്ഞപ്പോൾ. അതിൻ്റെ റൂട്ട് പ്ലാന്റിന് ഒന്നുകൂടിയും കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് അത് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മഞ്ഞൾ. ഇനി ഓരോ ഭാഗത്തും ഞാൻ കുഴിച്ച് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ വന്നിട്ടുള്ള ചെടികൾ തിരിച്ച് നടന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ഫസ്റ്റ് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണാതെ പോയിട്ടുള്ള കുറച്ച് ചെടികളായിരുന്നു. ഇത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രദറാണ് പറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് മഞ്ഞൾ. സോ ബാക്കി വന്നതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടപ്പോൾ എന്നാൽ പറിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കിട്ടിയതും വാരിപ്പൊത്തിയും കൊണ്ട് നമ്മൾ ചേമ്പലായിട്ട് പോന്നു. ഞാൻ കുറച്ചുകൂടെ പറഞ്ഞ പോലെ തന്നെ ബാക്കി വന്ന വേരുകളുള്ള ചെടിയിൽ കുറച്ച് മഞ്ഞളും വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ഒരു കുഴി എടുത്തിട്ട് അത് വെക്കുകയാണ്. അങ്ങനെ സക്സസ്ഫുള്ളി ആ ഒരു ചെടി അവിടെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 7 മാസമൊക്കെ കഴിയുമ്പോൾ അതിൽ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ചുകൂടി മഞ്ഞൾ ചെടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും എടുക്കണം. ഇവിടെ ഇപ്പം നല്ല ഇടിമിന്നലും മഴയൊക്കെ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. അത് ബാക്ക്ഗ്രൗണ്ടിലും ഇടിയുടെ സൗണ്ട് കേൾക്കുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഒന്ന്
തെങ്ങുകളൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ. വെച്ചിട്ട് 3-4 കൊല്ലമായി, പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇനി അടുത്തത് നമ്മൾ ഇവിടെ കുറച്ച് ഭാഗം തോണ്ടി നോക്കിയപ്പോഴാണ് അവിടുന്ന് മഞ്ഞൾ കിട്ടിയത്. സോ അതും കൂടെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ പട്ടിക്കുട്ടി നല്ല ഉറക്കമാണ്. അതിൻ്റെ കൂർക്കം വലിയാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മഞ്ഞളെല്ലാതും നമ്മൾ ഈ ചേമ്പിൻ്റെ ഇലയിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ഓറഞ്ച് കളറായിട്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇത് ഈ ഒരു മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പൊടിയാക്കി കഴിയുമ്പോൾ നല്ല കളറിൽ കിട്ടലുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വേറെ സൈഡിൽ നിന്നും കൂടെ കുറച്ചുകൂടെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ മഞ്ഞളും കൂടെ ഒരു ചേമ്പിൻ്റെ ഇല വിരിച്ചിട്ട് അതിൽ ആക്കിയിട്ടുണ്ട്. സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വൃത്തിയിൽ കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യമെങ്കിലും നന്നായി കഴുകിയെടുത്താലേ അതിനകത്ത് അഴുക്കുകൾ പോവുള്ളൂ. മഴക്കാലം ആയതുകൊണ്ട് നല്ല അഴുക്ക് പറ്റിയിട്ടുണ്ട്. നല്ല കളറിൽ വന്നിട്ടുണ്ട്. എല്ലാതും മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് കഴുകി കുട്ടപ്പന്മാരായിട്ട് എടുക്കാം. ഇതിനെല്ലാവരെയും നമുക്കിനിയൊരു അണ്ടാവിക്ക് മാറ്റാം. ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഇതിന് അണ്ടാവെന്ന് കേട്ടോ പറയുക. സോ നമ്മളെല്ലാതുമായിട്ട് വാരിയിടുന്നുണ്ട്. വാരിയിട്ട മുതലാവില്ല എന്ന് കണ്ടിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അയലോടക്ക് കൂടിയിട്ട് അതിലേക്ക് കൊട്ടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പൈപ്പിൻ്റെ ചോട്ടുപോട്ട്, ഇത് നമ്മുടെ കൊട്ടത്തളം ഏരിയയാണ്. അതായത് എന്തെങ്കിലും പുറത്ത് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കഴുകാനുള്ള ഒരു സംഭവമാണത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വെച്ച് നന്നായി കഴുകണം. ടാപ്പ് വെള്ളം ഇങ്ങനെ റണ്ണിങ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും വൃത്തിയിൽ അത് കഴുകി എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു 5-6 തവണയെങ്കിലും നമ്മൾ മിനിമം വെള്ളം മാറ്റിയിട്ട് കഴുകണം. ഇത് കുറച്ച് ടാസ്ക്കുള്ള പണിയാണ്, ഈ മഞ്ഞളൊന്ന് വൃത്തിയാക്കി കിട്ടുക എന്നുള്ളത്. നമ്മളിങ്ങനെ നന്നായി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇത് കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങി ഉണക്കിയതിന് ശേഷം, നന്നായി വെയിലത്ത് ഉണക്കിയതിന് ശേഷമാണ് ഇത് പൊടിയായിട്ട് ഉപയോഗിക്കുക. സോ അതിന് നമ്മൾ ആദ്യത്തെ പടിയെന്നോളം നന്നായി വൃത്തിയിൽ കഴുകണം. ഈ ഒരു ചെറിയൊരു ബ്ലൂ ബക്കറ്റിന് ഫുള്ളും ഒരു ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മഞ്ഞളും നമ്മൾ നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള അഴുക്ക് വെള്ളത്തിൽ ഇനി എന്തെങ്കിലും നമ്മൾ ഉള്ളിൽ വിട്ടു പോയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ ചെയ്ത് എടുക്കുകയാണ്. നമുക്ക് ചെറുതായിട്ട് 1-2 ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാതും
വൃത്തിയിൽ കഴുകിയിട്ട് കണ്ടോ എത്ര ചളിയാണെന്ന്. ഇനി പൈപ്പിലിട്ടിട്ട് ആ പാത്രം കൂടെ ഒന്ന് കഴുകി വെക്കണം. കുറച്ചുകൂടെ പറഞ്ഞ പോലെ തന്നെ സെയിം പ്രോസസ്സ് റിപ്പീറ്റഡായി ചെയ്യുക, എന്നാലാണ് നന്നായിട്ട് വൃത്തിയാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ വീട്ടിൽ സ്ഥിരം വരുന്നൊരു പൂച്ചയുണ്ട്. എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് പൂച്ചയാണ് കേട്ടോ. അമ്മേനെ ഇപ്പോൾ പുറത്ത് മീൻ വെട്ടാൻ കണ്ടാലും അവൻ വേഗം വരും. അവളാണ് വേഗം വരും. അതുപോലെ നമുക്ക് ചെയ്യാം, ബാക്കിയുള്ള ഇതും കൂടെ നമുക്ക് നന്നായി ക്ലീൻ ചെയ്യാം. ഇപ്പോൾ എല്ലാവരും നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ഒരു വിളവെടുപ്പിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ചട്ടകവും കാര്യങ്ങളൊക്കെ നന്നായി വൃത്തിയിൽ കഴുകി എൻ്റെ കയ്യും കാലും കൂടെ കഴുകിയിട്ട് ഞാൻ കയറുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.